മണ്ഡലം ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. UDFന്റെ ഉറച്ച കോട്ട കാക്കാൻ സണ്ണി ജോസഫും അതിനെ തിരിച്ചുപിടിക്കാൻ LDFന്റെ കരുത്തുറ്റ സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറും കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ഒപ്പം തന്നെ NDയുടെ സ്ഥാനാർത്ഥി പൈലി വാത്യാട്ടും. മണ്ഡലത്തിലെ കാർഷിക പ്രശ്നങ്ങളും വികസന മുരടിപ്പും ചർച്ചയാകുമ്പോൾ പേരാവൂരിലെ വോട്ടർമാരുടെ ഉള്ളിലിരിപ്പ് എന്തായിരിക്കും? പേരാവൂർ ഇത്തവണ ആർക്കൊപ്പമായിരിക്കും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടി പ്രൈം വിഷൻ ന്യൂസ് ഇന്ന് പേരാവൂർ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ വോട്ടർമാരുമായി സംവദിക്കുകയാണ്. ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടുകൊണ്ടാണ് സണ്ണി ജോസഫ് ഇവിടെ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ പേരാവൂരിനെ തിരിച്ചുപിടിക്കണം എന്ന ലക്ഷ്യവുമായിട്ടാണ് KK ശൈലജ ടീച്ചർ വന്നിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയായിട്ട് പൈലി വത്യാട്ടുമുണ്ട്. അപ്പോൾ പേരാവൂർ ഇത്തവണ ആർക്കൊപ്പം നിൽക്കുന്നതാണ് ഏട്ടന് തോന്നുന്നത്? ശൈലജ ടീച്ചർക്കൊപ്പം നിൽക്കും. എന്താ അങ്ങനെ പറയാൻ കാരണം? പേരാവൂരിന്റെ കഴിഞ്ഞ 15 വർഷക്കായിട്ട് ഒരു വികസനവും നടന്നില്ല. ടീച്ചർ ഇരുന്ന 5 വർഷക്കാലത്തെ വികസനം മാത്രമേ ഉണ്ടായിരുന്നു. ഈ 15 വർഷക്കാലം പേരാവൂര് വികസനം മുരടിപ്പുണ്ടായിരുന്നു. പേരാവൂര് ഇത്തവണ ആർക്കൊപ്പമായിരിക്കും പറയാൻ പറ്റില്ല. ഇഞ്ചോടിഞ്ച് മത്സരമാണ്. അതെ, ശൈലജ ടീച്ചർ ജയിക്കും. എന്താ അങ്ങനെ പറയാൻ? ശൈലജ ടീച്ചർ ഇന്നിവരെ ചെയ്ത എല്ലാ വികസന പ്രവർത്തനങ്ങളും നാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ തന്നെ അത് ഒറ്റ കാരണം മതി ജയിക്കാനുള്ള. അപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ മുമ്പിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർച്ച എന്നുള്ള രീതിയിൽ ശൈലജ ടീച്ചർ എന്തായാലും ജയിക്കും. ശൈലജ ടീച്ചർ എന്നുള്ള രീതിയിലും മന്ത്രി എന്നുള്ള രീതിയിലൊക്കെ നല്ല പ്രവർത്തനമൊക്കെ കാഴ്ചവെച്ചു. എല്ലാവർക്കും നല്ല പരിചയമുള്ള. പക്ഷെ എന്നാലും പേരാവൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പേരാവൂരിന്റെ മുഖം സണ്ണി ജോസഫ് ആണെന്നാണ് പറയുന്നത്. 2021 പറയുന്നത് താലൂക്ക് ഉണ്ടെന്ന്, ഇപ്പം പറഞ്ഞത് 2026 പറഞ്ഞ താലൂക്ക് ഉണ്ട്. വേറൊന്നും എന്തുകൊണ്ടേ നല്ലവരെ ഈ മകന്റെ സർക്കാരിന്റെ ഭാഗമായിട്ട് വന്നതല്ലാണ്ട് തെരഞ്ഞെടുത്തത് ഈ ഭാഗത്തൊന്നും ചെയ്തു. സത്യമാണ്, ഇവിടെ എല്ലാവർക്കും അറിയുന്നത്. വികസനം വരണമെങ്കിൽ ടീച്ചറാവണമെന്നാണ് ആഗ്രഹം. ടീച്ചർക്ക് ഇത്തവണ ഇപ്പൊ ടീച്ചർ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ പാർട്ടിക്ക് ഉപരി ടീച്ചർക്ക് വോട്ടുകൾ കിട്ടും തോന്നുന്നുണ്ടോ? കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ. ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ പേരാവൂരിൽ വികസനം ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെയാണ് തോന്നുന്നത്? വികസനം ചെറിയ രീതിയിൽ ഉണ്ടായിരിക്കാം, പക്ഷെ ടീച്ചർ ചെയ്ത പോലത്തെ വികസനം ടീച്ചറുടെ കൂടെ ആയിരിക്കും ഇത്തവണ പേരാവൂര്. യേശുവിന്റെ അഭിപ്രായം എന്താ? സണ്ണി ജോസഫ് 3ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. അപ്പൊ ജയിക്കോ? ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. അവരെ മറികടക്കാനാണ് ശൈലജ ടീച്ചർ ഇട്ടിട്ടുള്ളത്. അപ്പൊ അതിലൊരു പ്രതീക്ഷ ജനങ്ങൾ കാണുന്നുണ്ട്. ആര് ജയിക്കണം? അത് ഇടതുപക്ഷത്തെ ചിന്താഗതിക്കാരനാണ്. രാഷ്ട്രീയത്തിന് പുറമെ ടീച്ചർ ആയതുകൊണ്ട് വ്യക്തിപരമായിട്ടും ചില വോട്ടുകൾ ടീച്ചർക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് എങ്ങനെ പേരാവൂർ മണ്ഡലത്തിലെ കഴിഞ്ഞ 10 വർഷം വികസനത്തിനെ പറ്റി എന്താ പറയാ? നല്ല വികസനമുണ്ട്. സണ്ണി ജോസഫിന്റെ വികസനമായിട്ട് വരുന്നില്ല, ഭരണത്തിന്റെ ഇടതുപക്ഷത്തിന്റെ വികസനമാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ വികസന തുടർച്ചയ്ക്ക് ടീച്ചർ വരണം. ടീച്ചർ വരണം. മൂന്നാമത് വരും. പേരാവൂർ മണ്ഡലത്തിലെ ഇരിട്ടി ഭാഗത്തെ ചില അഭിപ്രായങ്ങളാണ് ഇന്ന് നിങ്ങൾ അറിഞ്ഞത്. സണ്ണി ജോസഫും ശൈലജ ടീച്ചറും നേർക്കുനേർ വരുമ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു പോരാട്ടമല്ല, മറിച്ച് ചരിത്രം തിരുത്തി കുറിക്കാനുള്ള വിധിയെഴുത്താണെന്നാണ് ഓരോരുത്തരുടെയും അഭിപ്രായം. ഇനി നിങ്ങളിലേക്കാണ്, നിങ്ങളോടുള്ള ചോദ്യമാണ്. പേരാവൂർ ഇക്കുറി ആർക്കൊപ്പം? പ്രൈം വിഷൻ, ഓവർ ടു യു.